ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന CPM മുമ്പ് മെമ്പറായിരുന്ന A സുരേഷാണ് സ്ഥാനാർത്ഥി. കോൺഗ്രസ് നോക്കൂ, പല സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവായിരുന്ന G സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ CPIMന്റെ ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന, ഇന്നലെ വരെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന TK ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കുകയാണ്. പയ്യന്നൂരിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന, അവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയാണ്. CPMനെ സംബന്ധിച്ച് സാധാരണ കോൺഗ്രസിലൊക്കെ സീറ്റ് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെ ആളുകൾ പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ കേഡർ പാർട്ടി എന്ന് പറയുന്ന CPMൽ ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വന്നതിന്റെ പിന്നാലെ ഇത്രയാണ് നടക്കുന്നത്. ഇനി ബാക്കി എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ശ്രീ അഭിലാഷെ, പുതുകയാത്ര ആരംഭിച്ചപ്പോൾ പറഞ്ഞത് ഓരോ നിയോജക മണ്ഡലത്തിലും ചെന്നിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുമെന്നാണ്. രണ്ടാമത് പറഞ്ഞു പുതുകയാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ഉടൻ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്തുവെന്ന് പറഞ്ഞു. പണ്ട് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബ് ഓണം നേരത്തെ ആയിപ്പോയതുകൊണ്ട് പുസ്തകം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എലക്ഷൻ നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് അനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ മാറി മാറി പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനോ തീരുമാനിക്കാനോ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇനി കേഡർ പാർട്ടി, K സുധാകരൻ പ്രസിഡൻ്റായപ്പോൾ പറഞ്ഞതെന്താ? സെമി കേഡറാക്കാൻ പോവുകയാണ് കോൺഗ്രസിനെ. നിങ്ങളുടെ കൈ നിൽക്കില്ല, കയ്യിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജനാധിപത്യം എന്ന് പറയും. കയ്യിൽ നിന്നില്ലെങ്കിൽ നിങ്ങൾ ജനാധിപത്യം എന്ന് പറയും. കയ്യിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്യവിവാദം പാടില്ല എന്ന് പറയും. അങ്ങനെ മാത്രമേ ആ പാർട്ടിക്ക് പറ്റൂ. ഇനി ശ്രീകുമാർ സാറ് പറഞ്ഞ പ്രശ്നത്തിലേക്ക് വന്നാൽ, ഈ അമ്പലപ്പുഴയിലെ കാര്യം അദ്ദേഹം പറഞ്ഞു, പയ്യന്നൂരിലെ കാര്യം പറഞ്ഞു, തളിപ്പറമ്പയിലെ കാര്യം പറഞ്ഞു, മലമ്പുഴയിലെ കാര്യം പറഞ്ഞു. അതിൽ അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. സുരേഷ് CPMന്റെ നേതാവായിരുന്നില്ല. സഖാവ് VSന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ജോലി കൊടുത്തിരുന്ന ആളാണ്. അങ്ങനെ ഒരാളെങ്ങനെയാണ് പാർട്ടി നേതാവാകുന്നത്? അദ്ദേഹം പാർട്ടി അംഗം മാത്രമാണ്. അദ്ദേഹത്തെ പാർട്ടി നേതൃത്വത്തിൽ ഒരു കാലത്തും പരിഗണിച്ചിട്ടില്ല. ഇനി VS ജീവിച്ചിരുന്നാൽ അദ്ദേഹം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പോലും മത്സരിക്കാനുള്ള സാധ്യതയില്ല. ശ്രീ സുരേഷ് മലമ്പുഴയിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ നിൽക്കുന്ന ഒരാൾക്ക് ഒരു നിരാശാവാദിക്ക് സാധ്യതയുണ്ട് അവിടെ. ഈ അമ്പലപ്പുഴയിൽ G സുധാകരനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ 80 വയസ്സായി, CPMന്റെ സംഘടനാപരമായ തീരുമാനം അനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞാൽ പാർട്ടി ഘടകത്തിൽ നിന്ന് ഒഴിയണം. 4 പ്രാവശ്യം MLA ആയി, മന്ത്രിയായി, സിൻഡിക്കേറ്റ് മെമ്പറായി, നല്ല ജോലികളൊക്കെ നിർവഹിച്ചു, നല്ലൊരു പാർട്ടി സഖാവ്. അദ്ദേഹത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ ജോബ് എന്ന് പറയുന്ന ഒരാളിനെ ശ്രീകുമാർ സാർ അറിയുമോ? KPCC സെക്രട്ടറി. അദ്ദേഹം ഇപ്പോൾ എതിരായിട്ട് മത്സരിക്കുകയാണ് അവിടെ. ഇനി നിങ്ങൾ സ്ഥാനാർത്ഥികളെ പലയിടത്ത് തീരുമാനിച്ചു. എൽദോസിൻ്റെ പ്രതികരണം കേട്ടായിരുന്നു ഇന്നത്തെ. എൽദോസ് വീട് കയറി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് അങ്ങ് ഓർക്കുന്നില്ലേ? ഇനി അടൂരിൽ അങ്ങ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലേക്ക് വന്നല്ലോ. അടൂരിലുള്ള കോൺഗ്രസിൻ്റെ സെക്രട്ടറി, അവിടെ ബാബു ദിവാകരൻ പന്തളത്ത് നിന്ന് പോയിരിക്കുകയാണ്. എവിടെ മത്സരിക്കാനാണ് പോയിരിക്കുന്നതെന്ന് ഓർത്തോണം. ഇനി അത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ BJPയിലേക്ക് പോയി. അങ്ങ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മഹേഷിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോയി. കൊട്ടാരക്കര നിങ്ങൾ ഐഷ പോറ്റി എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം സഖാവ് ബാലഗോപാലിനെതിരായിട്ട് മത്സരിച്ച രശ്മി BJPയിലേക്ക് പോയി. ഇനി അങ്ങക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇന്ന് കേരളം കേട്ടത്. ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരുമകൻ NDA സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നു. ആന്റണി സാറിൻ്റെ മകനെ കൊടുത്തു, അനിൽ ആന്റണിയെ. ശ്രീ K കരുണാകരൻ്റെ മകളെ കൊടുത്തു, പത്മജയെ. ഇനി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ നിങ്ങളുടെ MLA ആയി പോയതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല, പകരം മരുമകനെ കൊടുത്തിരിക്കുകയാണ്. ഒഡീഷയിലും ബീഹാറിലും കോൺഗ്രസ് MLAമാർ മുഴുവൻ പോയി BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇരു കാലിൽ നിറച്ച് മന്തുമായി ജലാശയത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അതിലേ നടന്നുപോയി കൈതമുള്ളു കാലിൽ കൊണ്ട് വീർത്ത ആളെ നോക്കി മന്ദായെന്ന് വൈകുന്നേരം 7:30 മണിക്ക് വിളിക്കാവുന്നുള്ളതല്ലാതെ അങ്ങ് ആലോചിക്കേണ്ടത് കാര്യം CPMന്റെ നിരാശാവാദികളായിട്ടുള്ള ഏത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന പാർട്ടി അല്ലത്. 3 വർഷം എന്നൊരു വർഷം ഉണ്ടെങ്കിൽ 3-ാം വർഷം അതേ ദിവസം CPMന്റെ സംസ്ഥാന സമ്മേളനം 4 ദിവസം ചേരുമ്പോൾ കേരളത്തിലെ മുഴുവൻ പാർട്ടികളുടെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നവരാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വം. അത് ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനം വരെ. അങ്ങനെ ഒരു സംവിധാനം കോൺഗ്രസിനുണ്ടോ?
ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ആത്യന്തികമായി തീരുമാനിക്കുന്നത് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ്. ശരി, അല്ല അത് ജില്ലാ സെക്രട്ടേറിയറ്റ് വെക്കുന്ന പ്രപ്പോസലാണ്, സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരമാണ്. അല്ല, അടുത്ത ഊഴത്തിൽ അതേക്കുറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ താങ്കൾ അത് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഈ പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നലെ ടി.കെ. ഗോവിന്ദൻ എന്ന കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ ഏറ്റവും നേതൃത്വപരമായി പങ്കുവഹിച്ച 25 കൊല്ലം ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ടി.കെ. ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞ എന്താണെന്നറിയോ? പാർട്ടി ഘടകത്തിൽ അദ്ദേഹം അധ്യക്ഷനായി ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ, മണ്ഡലം കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റികളിൽ ഒക്കെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഭൂരിപക്ഷ വികാരം മറ്റൊന്നായിരുന്നു, അഭിപ്രായം വേറെ ഒന്നായിരുന്നു. പക്ഷേ തീരുമാനമായി വന്നപ്പോൾ, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് സംസ്ഥാന സമിതിയിലേക്ക് പോയ പേരൊറ്റ പേരാണ് പി.കെ. ശ്യാമളയുടേതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ ജനാധിപത്യ പ്രക്രിയ നടന്നു. ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയിൽ ഓരോ കമ്മിറ്റികളിലും ചർച്ച ചെയ്ത് അവിടെ വരുന്ന ഭൂരിപക്ഷ പേരല്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായമല്ല പോകുന്നത് ചില ആളുകളുടെ കാര്യത്തിലെങ്കിലും എന്നുള്ളത് ഒരു പാർട്ടി സഖാവ് പറയുമ്പോഴെങ്കിലും വ്യക്തമാണല്ലോ. തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ? ടി.കെ. ഗോവിന്ദന്റെ പ്രശ്നം എന്താ? പി.കെ. ശ്യാമളയാണോ? ടി.കെ. ഗോവിന്ദന്റെ പ്രശ്നം ഏതാളവിടെ സ്ഥാനാർത്ഥിയായാലും ടി.കെ. ഗോവിന്ദൻ കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. മിനിയാന്ന് രാത്രിയിലാണ് കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്തത്. അല്ലാതെ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ ഓരോ സ്ഥലത്തേക്ക് 3-4 സ്ഥാനാർത്ഥി വന്ന് KPCC മുൻ പ്രസിഡന്റ് പോലും സീറ്റ് കൊടുക്കാൻ കഴിയാതെ അവർ കിടന്ന് ഓടുമ്പോഴാണ് CPM-ന് സീറ്റ് അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നാണോ നിങ്ങൾ ധരിച്ചത്? നേരത്തെ തന്നെ ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പ് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലമല്ലല്ലോ, അവിടെ ടി.കെ. ഗോവിന്ദന് മത്സരിക്കണം. അപ്പോൾ അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന കുറച്ച് വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും മറ്റ് ചില സംവിധാനങ്ങളും ഒക്കെ വെച്ച് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയാലോ എന്നൊരാശ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് തോൽക്കും. ടി.കെ. ഗോവിന്ദൻ അവിടെ പി.കെ. ശ്യാമളയല്ല, വേറെ ഏത് ശ്യാമളയെ കൊണ്ട് നിർത്തിയാലും ടി.കെ. ഗോവിന്ദൻ മത്സരിക്കും. അതിന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി സെക്രട്ടറി ഭാര്യയും തമ്മിൽ എന്താ പ്രശ്നം രാഷ്ട്രീയ കാര്യത്തിൽ? പി.കെ. ശ്യാമള പിന്നെ M.E. ഗോവിന്ദൻ മാഷിൻ്റെ ജീവിത പങ്കാളിയായതിനു ശേഷം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണോ? ഇനി M.E. ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായാൽ അത് പി.കെ. ശ്യാമളയുടെ ഭർത്താവായതുകൊണ്ടായതാണോ? ഇങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ശരി, ഇത് കോൺഗ്രസിന്റെ മക്കൾ രാഷ്ട്രീയം പോലുള്ളതല്ല. രണ്ട് വ്യക്തികളാണ്, രണ്ട് രാഷ്ട്രീയ, ഒരേ രാഷ്ട്രീയത്തിൽ 2 സാഹചര്യത്തിൽ വളർന്നവരാണ് അവർ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ട്. M.E. ഗോവിന്ദന്റെ ഭാര്യയായി പോയതുകൊണ്ട് പി.കെ. ശ്യാമളയെക്കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞത്. പാർട്ടി കമ്മിറ്റികളിലെ ഭൂരിപക്ഷ തീരുമാനമാണോ അംഗീകരിക്കപ്പെടുന്നുള്ളതാണ്. നമുക്ക് അടുത്ത റൗണ്ടിൽ വിശദമായി ചർച്ച ചെയ്യാം. അതെ ശ്രീ അഭിലാഷേ തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി യുനാനിമസ് ആയിട്ടാണ് തീരുമാനിച്ചത്. ശരി, ഓക്കെ, ആവട്ടെ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അങ്ങക്ക് ഏത് പരിശോധനയും നടത്താം. ശ്രീ ടി.കെ. ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണ്. ഏകകണ്ഠമായിട്ടാണ് തീരുമാനിച്ചത് തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി. ശരി, ഓക്കെ.